വെൽക്കം ടു ഇൻഡസ് ടോക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡിഫയർ 51 ആൻഡ് 59 ആണ്. ഈ രണ്ട് മോഡിഫയേഴ്സ് മിക്ക കുട്ടികൾക്കും വളരെ ഡൗട്ടുള്ള ഒരു സെക്ഷനാണ്. ഓക്കെ, ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. Under certain circumstances, it may be necessary to indicate that a procedure or service was distinct or independent from other non-E&M services performed on the same day. ഒരു സെയിം ഡേയിൽ നോൺ ഇ ആൻഡ് എം സർവീസസ് പെർഫോം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഒരു സർവീസ് മറ്റൊരു സർവീസിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് എടുത്തു കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡിഫയർ ആണ് മോഡിഫയർ 59. Modifier 59 is used to identify procedures or services other than E&M services. E&M services അല്ലാത്ത സർവീസിനെ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡിഫയർ 59 നമ്മൾ യൂസ് ചെയ്യുക. അതായത് നോൺ E&M സർവീസസിൻ്റെ കൂടെയാണ് നമ്മൾ മോഡിഫയർ 59 യൂസ് ചെയ്യുക. അതല്ലാതെ E&M സർവീസസിൻ്റെ കൂടെയൊന്നും നമ്മൾ മോഡിഫയർ 59 യൂസ് ചെയ്യലില്ല. മോഡിഫയർ 59 നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ മസ്റ്റ് സപ്പോർട്ട് എ ഡിഫറെൻറ്റ് സെഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രൊസീജിയർ ഓർ സർജറി, ഡിഫറെൻറ്റ് സൈറ്റ് ഓർ ഓർഗൻ, സെപ്പറേറ്റ് ഇൻസിഷൻ ഓർ എക്സിഷൻ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ലേഷ്യോണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇഞ്ചുറി, ഇതുപോലെ ഡോക്യുമെൻറ്റേഷൻ ഇത് പറഞ്ഞിരിക്കണം. ഓക്കെ, അത് മാത്രമല്ല ഇതെല്ലാം പെർഫോം ചെയ്തിട്ടുള്ളത് ഓൺ ദ സെയിം ഡേയിലായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻറ്റ് സർജറി ആയിക്കോട്ടെ, ഡിഫറെൻറ്റ് സൈറ്റ് ആയിക്കോട്ടെ, ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഓൺ ദ സെയിം ഡേയിലായിരിക്കണം. ഇനി മോഡിഫയർ 59 യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മോഡിഫയർ 59 ഷുഡ് നോട്ട് ബി അപ്പൻഡഡ് ടു എൻ E&M സർവീസ് ടു റിപ്പോർട്ട് എ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് E&M സർവീസ് വിത്ത് എ നോൺ E&M സർവീസ് പെർഫോംഡ് ഓൺ ദ സെയിം ഡേറ്റ്. സി മോഡിഫയർ 25. ഓക്കെ, അതായത് E&M സർവീസിൻ്റെ കൂടെ ഒന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യലില്ല, മോഡിഫയർ 59 യൂസ് ചെയ്യലില്ല. ഓക്കെ, ഇപ്പോൾ ഒരു E&M സർവീസും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മറ്റൊരു നോൺ E&M സർവീസസും റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ E&M സർവീസിൻ്റെ കൂടെ മോഡിഫയർ 25 ആണ് യൂസ് ചെയ്യൽ. മോഡിഫയർ 51 മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ്. വെൻ മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് അതർ ദാൻ E&M സർവീസസ്, E&M സർവീസസ് അല്ലാത്ത മറ്റുള്ള പ്രൊസീജിയേഴ്സ്, ഒന്നിലധികം പ്രൊസീജിയേഴ്സ് വരുമ്പോഴാണ് നമ്മൾ മോഡിഫയർ 51 യൂസ് ചെയ്യുക. അതായത് ഫിസിക്കൽ മെഡിസിൻ ആകാം, ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ് ഓർ പ്രൊവിഷൻ ഓഫ് സപ്ലൈസ്, എക്സാമ്പിൾ വാക്സിൻസ് ആർ പെർഫോംഡ് അറ്റ് ദ സെയിം സെഷൻ ബൈ ദ സെയിം ഇൻഡിവിജ്വൽ. അപ്പോൾ ഒന്നിലധികം പ്രൊസീജിയേഴ്സ് സെയിം സെഷനിൽ അല്ലെങ്കിൽ സെയിം ഇൻഡിവിജ്വൽ, അതായത് ഇപ്പോൾ സെയിം ഫിസിഷ്യൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഏത് മോഡിഫയർ യൂസ് ചെയ്യും? മോഡിഫയർ 51 നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദ പ്രൈമറി പ്രൊസീജിയർ ഓർ സർവീസ് മേ ബി റിപ്പോർട്ടഡ് ആസ് ലിസ്റ്റഡ്. പ്രൈമറി പ്രൊസീജിയർ അവിടെ ലിസ്റ്റ് ചെയ്യുക, അതിനുശേഷം ദ അഡീഷണൽ പ്രൊസീജിയേഴ്സ്. ഓക്കെ, അതായത് ആദ്യത്തെ പ്രൊസീജിയർ കഴിഞ്ഞു, അഡീഷണൽ പ്രൊസീജിയർ കോഡ് ചെയ്യുമല്ലോ, അപ്പോഴാണ് നമ്മൾ മോഡിഫയർ 51 അതിൻ്റെ കൂടെ യൂസ് ചെയ്യുക. അതല്ലാതെ ആദ്യത്തെ സ്റ്റാൻഡ് അലോൺ കോഡിൻ്റെ കൂടെ മോഡിഫയർ 51 യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, മേ ബി ഐഡൻറ്റിഫൈഡ് ബൈ അപ്പൻഡിങ് മോഡിഫയർ 51 ടു ദ അഡീഷണൽ പ്രൊസീജിയർ. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒന്നുകൂടെയും പറയാണ്, ആദ്യത്തെ സ്റ്റാൻഡ് അലോൺ കോഡിൻ്റെ കൂടെ മോഡിഫയർ 51 യൂസ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റാൻഡ് അലോൺ കോഡിൻ്റെ കൂടെയാണ് മോഡിഫയർ 51 യൂസ് ചെയ്യുക. ഓക്കെ, ദിസ് പ്രൊസീജിയർ ഷുഡ് നോട്ട് ബി അപ്പൻഡഡ് ടു ഡെസിഗ്നേറ്റ് ആഡ് ഓൺ കോഡ്സ്. അത് നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആഡ് ഓൺ കോഡിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ മോഡിഫയർ 51 ഉപയോഗിക്കില്ല. Thank you for watching this video. For amazing contents, like, share and subscribe.